ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ മുറിഞ്ഞ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്തോന്ന് മുറിഞ്ഞ ഫംഗ്ഷന്. അപ്പോൾ അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളി. ഇവാലുവേറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 0, അല്ലെങ്കിൽ 2 ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, അതായത് എഫ് ഓഫ് ടിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എഫ് ഓഫ് ടിന്റെ വാല്യൂ 0 ആണ് എപ്പം ടീന്റെ വാല്യൂ 0-ന്റെയും 3-ന്റെയും ഇടയിലാണെങ്കിൽ. ഞാൻ ഇവിടെ നമ്പർ ലൈൻ വരയ്ക്കാം. നമ്പർ ലൈൻ ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. പിന്നെ അങ്ങനെ പോയിട്ട് അനന്തതയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ -1, -2, -3 എന്നിട്ട് ഇത് നെഗറ്റീവ് ആയിട്ടുള്ള അനന്തതയിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്? 0-ന്റെയും 3-ന്റെയും ഇടയിലാണ്. 0-ന്റെയും 3-ന്റെയും ഇടയിൽ പറഞ്ഞാൽ ഇതാ ഇതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ടീന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ടി ഈക്വൽ ടു 0 ആണ്. ഇനി 3-നേക്കാട്ടിലും കൂടുതലാണ് ടീന്റെ വാല്യൂ ഓർ ഈക്വൽ ടു, ഇത് 3 വരെ, 3 ഉൾപ്പെടൂല. ഇവിടെ ഒരു ഹോൾ ഉണ്ട് പറഞ്ഞാൽ ഇവിടെ 3 ഉൾപ്പെടൂല. 0 ഉൾപ്പെടും. 3-ന്റെ തൊട്ട് മുമ്പ് വരെ എഫ് ഓഫ് ടിന്റെ വാല്യൂ 0 ആണ്. എഫ് ഓഫ് ടിന്റെ ഓക്കെ. ഇനി 2 ആണ് എഫ് ഓഫ് ടിന്റെ വാല്യൂ 3-നേക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ മുകൾക്ക് 3 ഉൾപ്പെടെ ഇതിന്റെ മുകൾക്ക് ഇൻഫിനിറ്റി വരെ ടീന്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. അതാണ് ഈ ഒരു സംഭവത്തിന്റെ അർത്ഥം. നിങ്ങൾക്ക് അർത്ഥം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ലേശം കൗതുകം കൂടുതലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് 0 മുതൽ 3 വരെ എഫ് ഓഫ് ടിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 2 ആണ്. 2-ന്റെ വാല്യൂ 2 ആയിട്ട് എഫ് ഓഫ് ടിന്റെ വാല്യൂ 2 ആയിട്ട് എപ്പോഴാണ് വരിക? ടീന്റെ വാല്യൂ 3-നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കല്? ഇത് കത്തിണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കല് പറഞ്ഞാല് ആദ്യം തന്നെ എന്ത് ചെയ്യണം? 0 മുതൽ 3 വരെ ഞാൻ ഒന്നുകൂടി എഴുതരാം. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു, ആദ്യം എന്ത് ചെയ്യണം? ഇന്റഗ്രൽ എന്താണ്? 0 മുതൽ 3 വരെ ഇവരുള്ള എന്താണോ അത് ആദ്യം ഉള്ളത് എന്ത് ചെയ്യാം? അടിയിൽ എഴുതാം, പിന്നെ ഉള്ളത് മുകളിൽ എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അപ്പൊ എന്താണ് 0 ആണെന്നുള്ള e raised to -st into f of t dt. ഇവിടെ തീർന്നില്ല. പ്ലസ് ഇന്റഗ്രൽ 3 to infinity. 3 to infinity എന്നാൽ 3-നേക്കാട്ടിലും കൂടുതൽ എത്ര വരെയാവും? ഇൻഫിനിറ്റി വരെ അനന്തത്തിലേക്ക് എന്ത് ചെയ്യും? പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ്? e raised to -st into f of t dt. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് ടിക്ക് വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ഇന്റഗ്രൽ 0 to 3 e raised to -st. 0 മുതൽ 3 വരെ ഞാൻ പറഞ്ഞല്ലോ എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ഇൻറ്റു 0 dt പ്ലസ് ഇന്റഗ്രൽ 3 to infinity e raised to -st ഇൻറ്റു എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്താണ്? 3-നേക്കാൾ കൂടുതലാണെങ്കിൽ 2 ആണ്. സംഭവം അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. വെറുതെ കാണാൻ പാഠം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇത്? +2 +1 മുതൽ കാണാൻ തുടങ്ങിയ സാധനക്കാരത്. ഇതെന്താന്ന് മനസ്സിലാക്കാതെ പോവാന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ വാല്യൂ 0 ആയി പോകും. കാരണം ഇവിടെ 0 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഒരു 2-നെ പുറത്തേക്ക് എടുക്കുക. 2 ഇൻറ്റു ഇന്റഗ്രൽ 3 to infinity e raised to -st dt. ഓക്കെ, -st dt. ഇനി എന്ത് ചെയ്യാ? ഇങ്ങോട്ട് എഴുതിയിരിക്കണ്ടേ 2 ഇൻറ്റു e raised to -st പറഞ്ഞാൽ എന്താണ്? e raised to -st ഡിവൈഡഡ് ബൈ -s ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. 3 to infinity -s ആർക്കും വേണ്ടാത്തതാണ്. പുറത്തേക്ക് എഴുതിയിരിക്കുക. -s e raised to -st 3 to infinity. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 ഡിവൈഡഡ് ബൈ -s ഇൻറ്റു e raised to -infinity e raised to
3s. എന്തോന്നാ പറഞ്ഞത്? 3s. മൈനസ് ഇൻഫിനിറ്റി ഒന്ന് മനസ്സിലായില്ലേ? ടിക്ക് പകരം 3 കൊടുത്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ e⁻−s⁻t ആണ്. e⁻−∞ വരും. പിന്നെ ടിക്ക് പകരം എന്ത് ചെയ്യുക? ലോവർ ലിമിറ്റ് കൊടുക്കുക. e⁻3s വരും. ടിക്ക് പകരമാണ് കൊടുത്തത് കേട്ടോ. അപ്പൊ എന്തായിട്ട് പോകും? ഇതിന്റെ വാല്യൂ 0 ആയിട്ട് പോകും. ഈ നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറും. ഇതിന്റെ ആൻസർ വരുന്നത് 2 × e⁻−3s ഡിവൈഡഡ് ബൈ s ആണ്. സംഭവം അത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റിനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം അടുത്ത പാട്ടില്. അപ്പൊ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവും. സംഭവം അത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഉള്ളതിനെ ഈ ഒരു സംഖ്യനും ഫസ്റ്റത്തെ ഇന്റഗ്രലിന്റെ ഉള്ളിൽ എഴുതിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? സാധാരണ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതുക പ്ലസ്. പിന്നെ എന്ത് ചെയ്യുക? ടിക്ക് കൂടുതൽ. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? മൂന്നിന്റെ ഈ ടീന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3-നെക്കാട്ടിലും കൂടുതലോ അല്ലെങ്കിൽ 3-ന് ഈക്വലോ ആണ്. അതാണ് ഇതിന്റെ അർത്ഥം. അതാണ് 3 to infinity. അതിനേക്കാൾ കൂടുതൽ അടുക്കും പോവാം, ഇൻഫിനിറ്റി വരെ പോവാം. ഇവിടെ f(t)ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഇവിടെ എപ്പോഴും 0 ആയിക്കോണമെന്നില്ല കേട്ടോ. 0 അല്ലെങ്കിൽ ഇവിടെ 0 ആയി പോകില്ല, കൂട്ടി ഇതൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. താങ്ക് യു.